ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോ ഹോണ്ട CD ഡീലക്സ് വണ്ടി നമുക്ക് വർക്കിന് വേണ്ടിയിട്ടുണ്ട്. അത് മെയിനായിട്ട് നമുക്ക് അതിൻ്റെ ജനറൽ സർവീസായിട്ടാണ് പറഞ്ഞത്. ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക. എഞ്ചിൻ വർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള ഫസ്റ്റിലത്തെ സർവീസായിട്ടാണ്. ടൈമൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട്, പക്ഷേ ഫസ്റ്റ് സർവീസായിട്ടാണ് വന്നേനെ കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ബ്രേക്ക് ക്യാമ്പൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. കമ്പനി ലൈനർ കിടക്കണേ. അതേപോലെ നമ്മൾ ബാക്ക് വീലിൻ്റെ ഡാമ്പർ റബ്ബർ സെറ്റ് ഓൾറെഡി പൊട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം. അതേപോലെ ഹബിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമില്ല. ടയറൊക്കെ പുതിയ ടയർ കിടക്കുന്നത്. വീൽ ബാരിയുടെ ഭാഗത്ത് വേറെ പറയുന്ന കംപ്ലയിൻ്റ് ഇല്ല. അപ്പോൾ നമുക്ക് വീൽ റബ്ബർ മാറ്റി ബ്രേക്ക് ക്യാമ്പൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ ചെയിൻ ലൂസ് ഉണ്ട് ചെറുതായിട്ട്, അതൊന്ന് ടൈറ്റ് ചെയ്തിടാം. പിന്നെ എയർ ഫിൽറ്റർ നമുക്ക് ഓൾറെഡി ഉണ്ടല്ലോ, എയർ ഫിൽറ്ററിൻ്റെ മുകളിലത്തെ കവർ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് ഇട്ടേക്കാം. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ മാറ്റേണ്ട ടൈം ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഓയിൽ നല്ല രീതിയിൽ കറുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിൽ നമുക്ക് മാറ്റിയിടാം. ഒന്നാമത് സ്പീഡോമീറ്റർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്കത് എത്ര കിലോമീറ്റർ ഓടിയെന്നൊരു ഐഡിയ കിട്ടില്ല. പക്ഷേ നമുക്ക് ഓയിലിൻ്റെ കളർ നോക്കിയിട്ട് 100% പറയാനും പറ്റില്ല. എന്തായാലും ഇതിപ്പോൾ അത്യാവശ്യം മാറ്റേണ്ട ഒരു ടൈം ആയതുകൊണ്ട് മാറ്റുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഫ്രണ്ടിലത്തെ ബ്രേക്ക് കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ അഴിക്കുക. നമുക്ക് ബ്രേക്ക് ബാക്ക് വീൽ അഴിച്ചാണ് കാരണമാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഫ്രണ്ടും കൂടി അഴിച്ചിട്ട് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കും. ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷനൊക്കെ ഓക്കെയാണ്. വീൽ ബെയറിംഗ് വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നും കാണുന്നില്ല. അതേപോലെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു, വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്. ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല കേട്ടോ. പിന്നെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ചൊക്കെ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തിട്ടേക്കാം. അപ്പം നിലവിൽ നമുക്ക് ജനറൽ സർവീസ് ആയിട്ടുള്ള വർക്കാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. പക്ഷേ അതിൽ ക്ലച്ച് കേബിൾ ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ ഔട്ടർ വലിച്ചിൽ കാണുന്നുണ്ട്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പറ്റില്ലെങ്കിൽ നമുക്ക് ആ കേബിളും കൂടി മാറ്റിക്കളയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം കേബിൾ ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട്. അതങ്ങനെ കിടന്ന് ഓടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ക്ലച്ച് ലോഡായിട്ട് കിടന്ന് ഓടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ക്ലച്ച് ഡിസ്ക് കംപ്ലയിൻറ്റ് വരാൻ ഒരു സാധ്യത നിലവിലുണ്ട്. മാറ്റിക്കളയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് നോക്കാം കേട്ടോ. പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റിക്കളയും. ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്യാം. ഓക്കെ.